ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങൾക്കെല്ലാവർക്കും ഗ്രോ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഓഗസ്റ്റ് 8 സർവീസ് അധ്യാപകർക്കായി നടന്ന കേട്ടറ്റ് പരീക്ഷയുടെ കാറ്റഗറി 1 സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തര സൂചികയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉത്തരസൂചിക അന്തിമമായ നിങ്ങളുടെ മാർക്കിന് വിധേയമാക്കരുത് എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. കാരണം ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇത് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സഹായി മാത്രമാണ്. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കേട്ടറ്റ് PSC എക്സാമുകൾക്ക് സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ആദ്യം പങ്കുവയ്ക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി പാർട്ട് 1 കാറ്റഗറി 1 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 30 ചോദ്യങ്ങളുടെ സെറ്റ് B ആണ് നോക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, പഠന വൈകല്യത്തിൻ്റെ വ്യത്യസ്ത തരങ്ങളെ അവയുടെ പ്രത്യേകതകളുമായി പൊരുത്തപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ, ഓപ്ഷൻ A. രണ്ടാമത്തെ ചോദ്യം, സുഗിൽസൺ എന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥി ആശയങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ ഹൃദിസ്ഥമാക്കുകയും പ്രയോഗാധിഷ്ഠിത ചോദ്യങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മനപ്പാഠം പഠിക്കൽ എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, ക്ലാസ്സിലെ ഗ്രൂപ്പ് പ്രവർത്തനത്തിനിടയിൽ ഒരു വിദ്യാർത്ഥി സഹപാഠികളുടെ വികാരങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഗിൽഫോർഡിൻ്റെ എസോയി മോഡലിൽ ഇത് ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ B ആണ്, ബിഹേവിയറൽ ഉള്ളടക്കം. നാലാമത്തെ ചോദ്യം, ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെക്കുറിച്ച് വിശദമായി പഠിക്കുന്നു. ഇത് ഏത് രീതിയാണ്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ A, കേസ് പഠനം. ഓക്കെ, കേസ് പഠനം അഥവാ സർവേ. അവിടെ നാലാമത്തെ ചോദ്യത്തിന് ഇംഗ്ലീഷിൽ ഓപ്ഷൻ A ആണ് സർവേ ആയിട്ട് വന്നിരിക്കുന്നത്. സർവേയും കേസ് പഠനവും മാറിപ്പോരുത്. ഉത്തരം ഓപ്ഷൻ A, കേസ് പഠനമാണ് കേട്ടോ, കേസ് സ്റ്റഡിയാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ഹർദിയൻ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി കഠിനമായ പഠന പ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ അതിൽ നിന്ന് എളുപ്പത്തിൽ പിന്മാറുന്നു. ഇത് എന്തിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്നു? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ C, അഭിപ്രേരണയാണ്. ഓപ്ഷൻ C, അഭിപ്രേരണ. ആറാമത്തെ ചോദ്യം, ഡെൽമോസ് എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി ചലനങ്ങളിലൂടെയും ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കുന്നു. ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്ത പ്രകാരം ഈ വിദ്യാർത്ഥിക്ക് ഉയർന്ന നിലയിലുള്ളത്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ D, ശാരീരിക ചലനപര ബുദ്ധിയാണ്. ഏഴാമത്തെ ചോദ്യം, ഔപചാരികമായ പഠനമില്ലാതെ തന്നെ ഒരു കുട്ടി വ്യാകരണപരമായി ശരിയായ വാക്യങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ഏത് സിദ്ധാന്തത്തെയാണ് പിന്തുണയ്ക്കുന്നത്? ഉത്തരം ഓപ്ഷൻ B,
ചോംസ്കിയുടെ സിദ്ധാന്തമാണ്. ഓക്കെ, നോം ചോംസ്കി. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത അധ്യാപന രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നത്? 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുട്ടികളുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ചോദ്യം, വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തെക്കുറിച്ച് ഉള്ള ഏറ്റവും നല്ല പ്രസ്താവന ഏത്? 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വ്യക്തികൾ സ്വയം സാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്നു. 10ാമത്തെ ചോദ്യം, ജെഫ്നോയ് എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി തൻ്റെ ഇഷ്ടപ്പെട്ട അധ്യാപകൻ്റെ പെരുമാറ്റവും ശൈലിയും അനുകരിക്കുന്നു. ഇവ ഏതുതരം പ്രതിരോധ തന്ത്രമാണ്? ഉത്തരം ഓപ്ഷൻ എ, താതാത്മ്യീകരണം. ഓപ്ഷൻ എ, താതാത്മ്യീകരണം. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അധ്യാപക ആധിപത്യം. 12ാമത്തെ ചോദ്യം, ഒരു വിദ്യാർത്ഥി സ്കൂൾ നിയമങ്ങൾ പാലിക്കുന്നത് നിയമങ്ങൾ ക്രമം നിലനിർത്തുവാൻ സഹായിക്കുന്നു എന്ന വിശ്വാസം കൊണ്ടാണ്. ലോറൻസ് കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ സിദ്ധാന്ത പ്രകാരം കുട്ടി ഏത് ഘട്ടത്തിലാണ്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, യാഥാസ്ഥിതിക സദാചാര ഘട്ടം. 13ാമത്തെ ചോദ്യം, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് നൽകുവാനും അവരുടെ നേട്ടങ്ങൾ രേഖപ്പെടുത്തുവാനുമായി പരീക്ഷകൾ നടത്തുന്നു. ഇത് ഏതിനുദാഹരണമാണ്? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, പഠനത്തിൻ്റെ മൂല്യനിർണ്ണയം. ഓപ്ഷൻ ബി, പഠനത്തിൻ്റെ മൂല്യനിർണ്ണയം. 14ാമത്തെ ചോദ്യം, ദീർഘനേരം പരിശ്രമിച്ചതിന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ആ ഗണിത പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാകുന്നു? 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉൾക്കാഴ്ച പഠനം. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സമീപനങ്ങളിൽ ഏതാണ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ഓരോ കുട്ടിയുടെയും സ്വത്വത്തെ വിലമതിക്കുകയും ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, മാനവികതാ സമീപനം. 16ാമത്തെ ചോദ്യം, ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തിലെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിൻ്റെ സവിശേഷതകൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വസ്തുസ്ഥൈര്യം ഇല്ലായ്മ. വസ്തുസ്ഥൈര്യം ഇല്ലായ്മ. 17ാമത്തെ ചോദ്യം, ഒരു അധ്യാപിക വിദ്യാർത്ഥികളെ ഒരു പ്രശ്ന നിർദ്ധാരണത്തിനായി സഹായിക്കുകയും പിന്നീട് ആ സഹായം ക്രമേണ കുറയുകയും ചെയ്യുന്നു. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, സ്കഫോൾഡിംഗ് അഥവാ കൈത്താങ്. 18ാമത്തെ ചോദ്യം, പ്രമിത്യു എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠനത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുകയും അക്കാദമിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കും? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, നല്ല പഠനശീലങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, പ്രചോദനത്തിൻ്റെ അഭാവമാണ്. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രചോദനത്തിൻ്റെ അഭാവം. 19ാമത്തെ ചോദ്യം, ക്ലാസ് റൂം ചർച്ചാവേളയിൽ ജിതേഷ്യസ് സാർ സാധാരണയായി പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാറുണ്ട്. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ലിംഗവിവേചനമാണ് കേട്ടോ. ഓപ്ഷൻ സി, ലിംഗവിവേചനം, ജെൻഡർ ബയാസ്. 20ാമത്തെ ചോദ്യം, ചാൾസ് പിയർമാൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി രൂപപ്പെടുന്നത് താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളിലൂടെയായിരിക്കും? 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി,
ഒരു പൊതു ഘടകവും നിരവധി പ്രത്യേക ഘടകം. ജി ഫാക്ടർ ആൻഡ് എക്സ് ഫാക്ടർ. ഓക്കെ. 21ാമത്തെ ചോദ്യം. ഹൈസ്കൂൾ അധ്യാപകനായ പെജാവാർ ക്ലാസ്സിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സോഷ്യോമെട്രി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, സാമൂഹിക ബന്ധങ്ങൾ പഠിക്കുക. 21ാമത്തെ ചോദ്യം. ലോറൻസ് കോൾബെർഗിൻ്റെ സാൻമാർഗിക വികാസ സിദ്ധാന്ത പ്രകാരം വസുധൈവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ് എന്ന സിദ്ധാന്തം മനസ്സിലാക്കി അംഗീകരിക്കാൻ ആവശ്യമായ കഴിവും വിശാലമായ മനോഭാവവും വളരുന്ന ഘട്ടം. 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. 23ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗപരതയുടെ ഘടകങ്ങളിൽ പെടാത്തതേത്? 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരാജയ ഭീതി. 5ാമത്തെ ചോദ്യം. ഒരു വിദ്യാർത്ഥിയെ വിവിധ സാഹചര്യങ്ങളിലുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലജ്ജാശീലർ, സമയനിഷ്ഠയുള്ളവൻ, സത്യസന്ധനായവൻ എന്നിങ്ങനെ ഒരു അധ്യാപകൻ വിവരണം നൽകുന്നു. ഇത് ഏതു സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്? 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, സവിശേഷക സമീപനമാണ് കേട്ടോ. ഓപ്ഷൻ ബി, സവിശേഷക സമീപനം. 26ാമത്തെ ചോദ്യം. കുട്ടികൾ ആദ്യം കൈകളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുകയും പിന്നീട് വിരലുകളുടെ ചലനങ്ങളിൽ നൈപുണ്യം നേടുകയും ചെയ്യുന്നു. വികാസത്തിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം കേട്ടോ. സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം. 27ാമത്തെ ചോദ്യം. അധ്യാപകൻ ബോർഡിൽ എഴുതിയത് എന്താണെന്ന് ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ആ അധ്യാപകൻ എന്ത് ചെയ്യണം? 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആ വിദ്യാർത്ഥിയെ മുൻവരിയിലിരുത്തി വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക. 28ാമത്തെ ചോദ്യം. ബെൽവാസ് എന്ന ഹൈസ്കൂൾ അധ്യാപിക കുട്ടികളിൽ ഭാഷാ വികസനം മെച്ചപ്പെടുത്തുന്നതിനായി ഗ്രൂപ്പ് ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമീപനം ഏത് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ്? 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈഗോട്സ്കിയുടെ സിദ്ധാന്തം. 29ാമത്തെ ചോദ്യം. ആൽപോർട്ടിൻ്റെ സവിശേഷക സമീപന പ്രകാരം സവിശേഷകങ്ങൾ എന്നത്? 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന സ്ഥിരമായ പ്രവണതകൾ. 30ാമത്തെ ചോദ്യം. ഋണാത്മക പ്രബലനം എന്നാൽ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, അസുഖകരമായ ഉത്തേജകത്തെ നീക്കുന്നത്. അസുഖകരമായ ഉത്തേജകത്തെ നീക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ്, 30 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 30 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. 20+ ആണെങ്കിൽ അത് നല്ല മാർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഉത്തരസൂചിക അന്തിമമല്ലെന്ന് ഓർക്കുക. പരീക്ഷാഭവൻ്റെ ഉത്തരസൂചികയാണ് ഫൈനൽ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി മാർക്ക് കൂട്ടി നോക്കുമ്പോൾ ഒത്തിരി മാർക്ക് പുറകോട്ടാണെങ്കിൽ വീണ്ടും അടുത്ത പരീക്ഷയ്ക്കായിട്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങുക. താങ്ക്